നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സദ്യ സ്റ്റൈൽ മസാലക്കറി ഉണ്ടാക്കാം. സദ്യ സ്റ്റൈൽ മസാലക്കറി ഉണ്ടാക്കുന്നതിന് ആദ്യമേ തന്നെ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് എടുക്കണം. ഗ്രീൻ പീസ് നമ്മൾ കുതിർത്ത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 6 to 7 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് 2 കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്ത് ഒരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റുക. ഒരു ചെറിയ കപ്പ് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് വഴറ്റി കൊടുത്താൽ മാത്രം മതി. പച്ചക്കറികൾ എണ്ണയിലിട്ട് വഴറ്റുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഇട്ട് വഴറ്റുമ്പോൾ തന്നെ പകുതി വേവ് വെന്ത് നമുക്ക് കിട്ടും. നമ്മളിത് വേവിക്കുന്ന സമയത്ത് പച്ചക്കറി ഉടയത്തുമില്ല. ഇനി നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു 1.5 ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞത്, സവാളയുടെ നിറം ഒന്ന് മാറി വന്നു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ച മണം പോണവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മീറ്റ് മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി അതേ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ച മണം മാറും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിനി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. പൊടികളുടെയൊക്കെ പച്ച മണം മാറി 2 ചെറിയ തക്കാളി അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വാടി കിട്ടും. അപ്പോൾ 2 മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറി മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. മസാലയും വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറി കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്, അതിന് വേണ്ട വെള്ളം. ഞാനിവിടെ ഗ്രീൻ പീസ് വേവിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് കുക്ക് ചെയ്ത വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. 1/2 മുറി തേങ്ങയുടെ പകുതി, ഒരു 3 to 4 ടേബിൾ സ്പൂൺ കാണും.
തീയലിനൊക്കെ തേങ്ങ വറക്കുന്ന പോലെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ട് കളറൊന്ന് മാറുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. തേങ്ങാപ്പീരയുടെ വെള്ളം ഒന്ന് വലിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, അതായത് നമ്മുടെ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഈ തേങ്ങാപ്പീര വറുത്തെടുത്തത്. ആദ്യത്തെ 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ, പിന്നീട് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ തേങ്ങാപ്പീര വറുത്തെടുത്തത്. വറുത്തെടുത്ത പീര നന്നായിട്ട് തണുത്തതിന് ശേഷം അല്പം വെള്ളവും കൂടെ, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒരു അരപ്പ് പോലെ ഒന്ന് അരച്ച് എടുക്കാവുന്നതാണ്. പച്ചക്കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തത് അല്പം വെള്ളം കൂട്ടി അടിച്ചു ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സി കഴുകി ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തക്കാളി ഇട്ടപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാടൻ കറികളിലൊക്കെ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതിനകത്തൊന്നും മല്ലിയില ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം വരും. ഈ നാടൻ കറികളിൽ കറിവേപ്പില ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 7-8 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകട്ടെ. ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. വീഡിയോ കാണുന്നവർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.